ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഒണിയൻ പൊട്ടാറ്റോ വടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈവനിങ്ങിൽ ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അതിനു വേണ്ടി ഞാൻ ആദ്യം പൊട്ടാറ്റോ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ ഉടച്ചെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് ഒരൽപ്പം ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചാട്ട് മസാലയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഈ ഒരു വലുപ്പത്തിലാണ് നമുക്ക് ബോൾസ് ആക്കി എടുക്കേണ്ടത്. അങ്ങനെ എല്ലാതും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഔട്ടർ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 2 സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, ഗരം മസാലയുടെ പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ചെറിയ ജീരകം എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലവറിൻ്റെ പൊടി, അതുപോലെ ഒരൽപ്പം റൈസ് പൗഡറും കൂടിയാണ്. അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ബോൾസ് ഓരോന്നായിട്ട് ഇതിൽ വെച്ച് അതിനെ ഈ കാണുന്ന രീതിയിൽ പൊതിഞ്ഞെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാതും ഓരോന്നായിട്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഓയിൽ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചേഞ്ച് ആയിട്ട് ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.